നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എത്രത്തോളം ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊരു എനർജിയാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസും അതുപോലെ തേർഡ് സിറ്റുവേഷൻസിനെ അവർ ഉപേക്ഷിക്കാറായോ, അതായത് തേർഡ് സിറ്റുവേഷൻസ് ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, നിങ്ങൾക്കിത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് പോസിറ്റീവ് എനർജിയോടുകൂടി കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുവോ, അതുപോലെ ഒരു വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി കേൾക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഇത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കും. ഒരു അഫർമേഷൻസ് പോലെ അത് കേൾക്കുകയും മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ തന്നെ നിങ്ങളിലെ നെഗറ്റീവായ സിറ്റുവേഷൻസിനെ എല്ലാം ഹീലാക്കി നല്ല സ്ട്രോങ് ആയൊരു എനർജിയോടുകൂടി ഒരു സ്ട്രെങ്ത് ആയിട്ട് പല കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാനും നിങ്ങൾക്ക് ഈ ഓരോ റീഡിങ്സുകളും സഹായകമാകുന്നതുമായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ അറിയേണ്ട, നിങ്ങളുടെ മനസ്സുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യൂണിവേഴ്സൽ നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങളുടെ ഒരു വേദനയ്ക്ക് നൽകുന്ന ഒരു മെസ്സേജായിട്ട് തന്നെ, ഒരു ഇൻഫർമേഷനായിട്ട് തന്നെ നിങ്ങൾ ഈ റീഡിങ്സുകളെ ഓരോന്നും എടുക്കുക തന്നെ ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ആഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഒരു സ്ട്രോങ് ആയ, അതായത് അവരിലുണ്ടായിരുന്ന കുറേ നെഗറ്റീവായ എനർജികൾ, ചിന്തകൾ, അവർക്ക് ഒരു എന്താ പറയുക, ഒരു ടു ഫേസ് എനർജിയിൽ നിന്ന പേഴ്സണാണ്. അതായത് പൂർണ്ണമായും നിങ്ങളിൽ ഒരു വിശ്വാസം അർപ്പിക്കാനോ നിങ്ങളെ പൂർണ്ണമായി കണക്റ്റ് ചെയ്യാനോ അവർക്ക് സാധിച്ചിരുന്നില്ല പാസ്റ്റിലെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ശരിക്കും ഒരു പൂർണ്ണതയില്ലായിരുന്നു. നിങ്ങൾ അവർക്ക് നല്ല പോലെ ഒരു നിങ്ങളെ അവർ ശരിക്കും ഉപയോഗിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നാൽ പോലും അവർക്കൊരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. എപ്പോൾ വേണമെങ്കിലും നിങ്ങളിൽ നിന്നും വിട്ടുപോകാം, മാറിപ്പോകാമെന്ന്, മൂവ് ഓൺ ചെയ്യാമെന്നുള്ള എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് മാറുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ തിരിച്ചറിവ്, കുറച്ച് പോസിറ്റീവായ എനർജി, അതല്ലെങ്കിൽ ഒരു സ്നേഹം, നിങ്ങളോട് വല്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്ന എനർജിയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ രണ്ട് വ്യക്തികളിൽ എന്തോ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾക്കൊന്നെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ നിന്നും വളരെയധികം പെയിൻഫുള്ളായ സാഹചര്യം അനുഭവിച്ച സമയത്ത് കണക്റ്റഡായ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലും ചില മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഫെയിലിയർ സംഭവിച്ച് നിൽക്കുന്ന ടൈമിൽ കണക്റ്റഡായ ഒരു എനർജീനെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം, പാസ്റ്റിലൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ഒരു എനർജി കയറി വരുന്നുണ്ട് കേട്ടോ, അധികമായിട്ട്. അതായത് ഒരു സെക്ഷൽ അഡിക്ഷൻ മാത്രമായിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. വെറും ഒരു ഫിസിക്കലി തോന്നിയ ഒരു അട്രാക്ഷൻ, അതായത് ഒരു ആത്മാർത്ഥത ഇല്ലായിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അവരത് പ്രകടിപ്പിച്ചത് മറ്റൊരു സിറ്റുവേഷൻസിലൂടെയാണ്. അതായത് നിങ്ങൾക്ക് മുന്നിലേക്ക് അവർ വന്നത് വളരെയധികം അഡിക്ഷൻ, സ്നേഹം, പ്രണയം, പക്ഷേ നിങ്ങളെ അവിടെ ഒരു ഇരയാക്കി തീർത്തൊരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഏതോ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻസിൽ ഒരു ആശ്രയത്തിന് വേണ്ടി നിന്ന ടൈമിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ ഒരു എനർജീനെയാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഫിനാൻസ് സംബന്ധമായ ഒരു നഷ്ടത്തിലോ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇമോഷണലിയൊക്കെ നിങ്ങളുടെ ഒരു ബാലൻസ് തെറ്റി നിന്ന ടൈമിൽ നിങ്ങൾ കണക്റ്റഡ് ആയ ഒരു എനർജീനെയാണ് കാണുന്നത്. എന്തായാലും അത് നിങ്ങളെ വെറും ഒരു മിസ്യൂസ് ചെയ്യപ്പെട്ടു, നിങ്ങളെ യൂസ് ചെയ്തു എന്നാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം അവർ ആത്മാർത്ഥതയോടുകൂടി അല്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത്. അവരുടെ ചില നീഡ്സിന് വേണ്ടിയിട്ട് മാത്രം, ചില ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന എനർജിയോടുകൂടി, അതായത് നിങ്ങൾ ശരിക്കും മിസ്യൂസ് ചെയ്യുകയാണ് അവർ ചെയ്തത്. ടു ഫേസോട് കൂടിയാണ് നിങ്ങളെ അവർ സമീപിച്ചതും നിങ്ങളോട് പെരുമാറിയതുമൊക്കെ എന്നത് 100% ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ എനർജി കിട്ടുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക്, ഈ ഒരു ബന്ധം എന്താണ്,
അവർക്ക് തന്നെ ഒരു മൂല്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു എനർജിയിലാണ് അവർ പോയത്. കാരണം ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽപ്പെട്ട്, അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഫിനാൻസ് സംബന്ധമായ ചില കാര്യങ്ങളാവാം, നേട്ടങ്ങളാവാം, അതല്ലെങ്കിൽ അവർക്ക് വ്യക്തിബന്ധങ്ങളിൽ തന്നെ ഒന്നിൽ കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരുന്ന ഒരു എനർജിയിലൂടെ കടന്നുപോയ പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോഴാ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറി എന്നാണ് കാണുന്നത്. അവർക്ക് ശരിക്കും ഒരു തിരിച്ചറിവ് വന്നു. അതല്ലെങ്കിൽ കാലം, കർമ്മ അവർക്ക് അതിനുള്ള ഒരു എനർജി നൽകി. അവർക്കൊരു മാറ്റം വരേണ്ടതായ സമയമായി എന്നൊരു എനർജി അവർക്ക് കൊടുത്തിരിക്കുന്നു. ദ ഹയറോഫൻ്റ് ആണ് വളരെയധികം ഒരു ഗൈഡൻസ്, ഒന്നെങ്കിൽ അവർക്ക് യൂണിവേഴ്സിൽ നിന്നും ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻ, അവരുടെ അനുഭവങ്ങളിലൂടെ അവർ നിങ്ങളെ വളരെയധികം പ്രഷ്യസ് ആയിട്ട് കാണുന്നു, നിങ്ങളോട് വളരെ ഇമോഷൻ ബാലൻസിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വന്ന് ചേരണം, ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ആഴത്തിലാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആയിരുന്നു എന്നും എത്രത്തോളം നിഷ്കളങ്കതയോടും എത്രത്തോളം ആത്മാർത്ഥതയോടും കൂടിയാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ അവർക്കുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവർ അത് മനസ്സിലാക്കുന്നു. മാത്രമല്ല അവരുടെ ആ ഒരു ലൈഫ് നോക്കുമ്പോൾ, അവരവരുടെ പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കൂടെ ജീവിച്ചപ്പോൾ മാത്രമാണ് അവർക്കൊരു ഹാപ്പിനെസ്, സന്തോഷമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി ലഭിച്ചിരുന്നുള്ളൂ എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല നിങ്ങളാണ് അവരുടെ ഒരു ഫാമിലി, ഒരു കുടുംബം, ഒരു സന്തോഷം എന്നത് നിങ്ങളാണ്. അതായത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന സമയത്ത് അവരുടെ ചുറ്റുമുണ്ടായിരുന്നവരെ അവർക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ലൈഫിൽ വലിയൊരു ബിഗ് ചേഞ്ചിങ് വന്നുകൊണ്ടിരുന്നതായിട്ടാണ് കാണുന്നത്. ഫിനാൻസ് സംബന്ധമായിട്ടും കരിയർ സംബന്ധമായിട്ടും അവരുടെ കുടുംബത്തെയൊക്കെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്തും പോകാൻ സാധിച്ചിരുന്നതെല്ലാം നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി, ഈ നിങ്ങളുടെ രണ്ട് വ്യക്തികളുടെയും എനർജി കണക്റ്റ് ചെയ്തു പോയ സമയത്തായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവും അവർക്കുണ്ടാകുന്നുണ്ട്. ശരിക്കും നിങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി, ഏറ്റവും സക്സസ് ആയി, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രൈറ്റ്നസ് നിങ്ങളാണ്. അവർക്കൊരു തെളിച്ചം, ഒരു സൗന്ദര്യം, ഇതെല്ലാം വരണമെങ്കിൽ അത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയാൽ മാത്രമാണ് അവർക്കൊരു ബിഗ് ചേഞ്ചിങ് ഉണ്ടാകുമെന്നും ഒരു വലിയൊരു സക്സസ് ഉണ്ടാകുമെന്നും അവർക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ്, അവരുടെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ നിങ്ങളുടെ എനർജി അവരുമായിട്ട് കണക്റ്റഡ് ആവണമെന്നും അവർക്ക് വ്യക്തമായും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഒരു പ്രതിജ്ഞാബദ്ധമായ സത്യസന്ധമായ ഒരു ബന്ധം അവരാഗ്രഹിക്കുന്നു. കാരണം അവരെവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് വളരെയധികം ബെർഡൻ കൊടുക്കുന്നതായിട്ട് കാണുന്നു. അവർ തിരിഞ്ഞു പോരുന്നു എന്നാണ് കേട്ടോ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ തിരിഞ്ഞ് നടക്കുകയാണ്, നിങ്ങളിലേക്ക് പോരുന്നു എന്നുള്ള ആ ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവർക്കത് വളരെയധികം സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർക്കടെ ഉള്ളിൽ ചെറിയ ഒരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ബ്ലൈൻഡ്നെസ് വരുന്നുണ്ട്. എങ്ങനെയാകും, എന്താകും എന്നുള്ള ആ ഒരു ഭയം അവർക്കുണ്ട്. പക്ഷേ അവരുടെ എനർജി നിങ്ങളിലേക്ക് തന്നെ കണക്റ്റഡ് ആവുന്നു. അവർ പല കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. കാരണം ഒരു ഡോർ ഓപ്പണിംഗ് ആവണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടി കണക്റ്റഡായി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അവസരം അവരുടെ മുമ്പിലൊന്ന് ഓപ്പണിംഗ് ആയെങ്കിൽ തീർച്ചയായിട്ടും അവരത് ഉപയോഗിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത്രത്തോളം പ്രതീക്ഷയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. കാരണം അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ, എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് ആ ഒരു പേഴ്സണെ കണ്ടിരുന്നത്. നിങ്ങളുടെ ഒരു ലോകം ആ ഒരു വ്യക്തിയായിരുന്നു. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ഒന്ന് ചിരിക്കുന്നതും ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഹാപ്പിനെസ്സോടു കൂടി മൂവിങ് ചെയ്ത് മുന്നോട്ട് വന്നതുമെല്ലാം ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് മാത്രമാണ്. അത്രത്തോളം അവരെ നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്ന ആ ഒരു കാര്യം ഇപ്പോൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ക്വീൻ ഓഫ്
സോഴ്സാണ് വന്നിരിക്കുന്നത്. ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റു പല കാര്യങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. അവർ ഇമോഷൻസിന് ഒരു വാല്യം കൽപ്പിച്ചില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹവും പ്രകടനങ്ങളും എല്ലാം അവർ ചിലപ്പോൾ നിങ്ങളെ പരിഹസിച്ച് വിട്ട സമയങ്ങളുണ്ടാകും. കാരണം അവർ യാതൊരു രീതിയിലും ഇമോഷൻസിന് പ്രാധാന്യം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചില്ല എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളോട് അവർ ഇമോഷൻസ് മറച്ചു വെച്ചു. കാരണം ഒരു ബ്ലോക്കേജ്, കാരണം നിങ്ങളുടെ മുമ്പിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ടും, അതായത് ഒരു ഇച്ചിരി ഈഗോ എന്ന എനർജിയോട് കൂടി, അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് പ്രകടിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, സാന്നിധ്യം ലഭിക്കാൻ വേണ്ടി ഒരവസരത്തിന് വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യുന്ന, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു. കാരണം അവരുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. നിങ്ങളോട് അവർ ചെയ്ത ഓരോ പ്രവൃത്തികളും അവരുടെ ഓർമ്മയിൽ നിന്നും പോയിട്ടില്ല എന്നതാണ് ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു എനർജി കേട്ടോ. കാരണം നിങ്ങളെ അവർ ശരിക്കും മിസ്യൂസ് ചെയ്തു, ശരിക്കും ടോർച്ചറിങ് ചെയ്തു, ശരിക്കും നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു പേഴ്സണാണ്. എന്താണെങ്കിലും അവർ ആ ഓരോ കാര്യങ്ങളും നിങ്ങൾ എത്രത്തോളം വേദനിച്ചോ ആദി പിടിച്ചോ ആ ഒരു എനർജിയിലൂടെ ഇന്ന് അവർ കടന്നു പോകുന്നു. അവർക്ക് മുന്നോട്ടേക്ക് ഇരുട്ട് മാത്രമേ ഉള്ളൂ, ഒരു പ്രകാശം. അവർ പറഞ്ഞില്ല, ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്ന ലക്ഷ്യമാണ്. പക്ഷെ അവർക്ക് മുമ്പിൽ നിങ്ങളിലേക്ക് വരാൻ ഒരു അവസരമില്ല. കാരണം അവരുടെ ഈഗോ വളരെ മുന്നിലാണ് നിൽക്കുന്നത്. തോറ്റു തരിക എന്നതും, എന്നാൽ അവരുടെ തെറ്റുകളും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കർമ്മകളും അവർക്ക് വളരെയധികം മാനസിക പിരിമുറുക്കം, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ്. പക്ഷേ എന്നാൽ തന്നെ അവർ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നും എങ്ങനെയെങ്കിലും ആ ഒരു എനർജി, അവരനുഭവിക്കുന്ന ആ ഒരു പെയിൻഫുള്ളായ എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ അവർ സെൽഫായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കർമ്മ അവരെ വിടില്ല. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക, നിങ്ങൾക്ക് അടിയറ വെക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഒരിക്കലും മറ്റൊരു സിറ്റുവേഷൻസ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യം കേട്ടോ. 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പല സാഹചര്യങ്ങളും അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, പല രീതിയിലുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരതിനെയെല്ലാം ഭയത്തോടു കൂടി കാണുന്നത്. കാരണം അവരുടെ ഏത് സിറ്റുവേഷൻസിലേക്ക് അവർ നോക്കിയാലും, ഏത് സെലക്ട് ചെയ്യണമെന്ന് ചിന്തിച്ചാലും അവരുടെ അവസാനം, അവരുടെ എൻഡിങ് ആയ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്കാണ് വന്ന് നിൽക്കുന്നത്. വളരെയധികം ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അവർക്ക് വളരെയധികം ഒരു ഡിലേ, അതായത് ഒരു കാര്യങ്ങളും അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിലുള്ള കാര്യങ്ങൾ പോലും അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് അവരുടേത്. ശരി തെറ്റുകളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മൈൻഡ് വളരെയധികം കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരുമായിട്ട് ഫൈറ്റിംഗ് എനർജിയാണ്. കാരണം അവരുടെ മൈൻഡ് വളരെയധികം മാറി മറിഞ്ഞു അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ, അവരുടെ പല കർമ്മ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളെ വെച്ച് അവർക്ക് പെട്ടെന്ന് അവരുടെ മൈൻഡിനെ കൺട്രോളിങ് ചെയ്യാതെ ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോകുന്നുണ്ട്. അവരോട് മത്സരിക്കുന്നവരോട് അവർ വളരെ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നു. കാരണം അവരോട് പലരും മത്സരിക്കാനോട് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ, അവരുടെ ആ ഒരു ഡൗൺ ആയ ടൈം മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നു എന്നതാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ പരാജയപ്പെട്ട് നിൽക്കുന്നു. അവർക്ക് പല സാഹചര്യങ്ങളും ഉണ്ട്. ചില സമയത്ത് അവർ ആ ഒരു ഈഗോ വെച്ച് അവർ വേറെ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിനെ കണക്ട് ചെയ്താലോ എന്ന് ആഗ്രഹിക്കുമ്പോഴും അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് തന്നെയാണ് അവസാനം യൂണിവേഴ്സിൻ്റെ എനർജി കൊണ്ടുവന്ന് അവരെ നിർത്തുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നൈറ്റ് ഓഫ് സോഴ്സാണ്. പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോരുകയാണ്. വളരെ ശക്തിയോടുകൂടിയാണ് പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോരുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു സ്പിരിച്വൽ നോളജ്, അവർക്ക് നല്ലൊരു സ്പിരിച്വലി ചില തിരിച്ചറിവുകൾ വന്നിരിക്കുന്നു. അവർക്കൊരു ഇന്നർ കോളിംഗ് വന്നിരിക്കുന്നു. അവർ വളരെയധികം ഒരു ട്രഡീഷണലായ, അതായത് പാരമ്പര്യങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന, വളരെ ഈഗോയും അതുപോലെ തന്നെ ഒരു നല്ലൊരു അതായത് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ എനർജിയാണ് കേട്ടോ കാണുന്നത്. ചിലപ്പോൾ ദൈവികമായ വിശ്വാസമുള്ള വ്യക്തിയാവാം. അതുപോലെ ഈ ഒരു പേഴ്സൺ മറ്റു പലർക്കും മതപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു എനർജിയുള്ള പേഴ്സൺ ആവാം. എന്തായാലും 4 പേര് അറിയുന്ന എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഇതാണ്
അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നല്ല അറിവുള്ള, മറ്റുള്ളവർക്ക് ഗൈഡൻസ് നൽകാൻ പറ്റുന്ന നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. എന്താണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു പോരണം. ഇമോഷണലി ഒരു ബാലൻസ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാകുന്നുണ്ട്. വളരെയധികം പശ്ചാത്തപിക്കപ്പെടുന്നുണ്ട്. ചെയ്തു പോയ എന്തൊക്കെയോ കാര്യങ്ങൾ, പാസ്റ്റിൽ പറ്റിപ്പോയ തെറ്റുകളെ ഓർത്ത് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അവരെ വളരെയധികം ഒരു എന്താ പറയുക പരാജയത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെ ഡൗൺ ആക്കുന്ന ഒരു എനർജിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ അവരുടെ മുമ്പിൽ വരുന്നുണ്ട്. അവർക്കുടെ മുമ്പിൽ പല ബ്ലെസ്സിങ്സും സമാധാനവും അവർക്കൊന്ന് ഹാപ്പി ആവണമെങ്കിൽ ആവാനൊക്കെയുള്ള അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അവർ റിജക്റ്റ് ചെയ്ത് കളയുന്ന ഒരു എനർജിയാണ്. അവർക്ക് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സന്തോഷം നിറഞ്ഞ ഒരു സിറ്റുവേഷൻസ് ഒന്നും അനുഭവിക്കാൻ പറ്റാതെ നിൽക്കുന്നു. തീർച്ചയായിട്ടും അവർ ഹീലിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ വളരെയധികം ഒറ്റപ്പെട്ട് അവർ ആലോചിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം അവരെവിടേക്ക് അവർ ചതിക്കപ്പെട്ട ഒരു പേഴ്സണാണ് കേട്ടോ. ചിലപ്പോൾ മറ്റുള്ളവരെ പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന, അതായത് ഒരു പെട്ടെന്ന് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരെ പെട്ടെന്ന് ആകർഷിച്ച് അവരിലേക്ക് കണക്റ്റഡ് ആവുന്ന ഒരു എനർജി ഉള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ പല തെറ്റുകളും പല സ്ഥലത്തും അവരെ ഇരയാക്കപ്പെട്ടതായിട്ടും അവരുടെ പാസ്റ്റിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചതും ഒക്കെ ഓർത്ത് അവരിപ്പോൾ പരാജയം, ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയും ഒറ്റപ്പെട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഹീലാവണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു ഇമോഷണൽ ബാലൻസ്, ശരിക്കും ഇമോഷണലി അവർ പൂർണ്ണമായും ഒന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്കൊരു പൂർണ്ണത വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം, എനിക്കൊരു പുതിയ തുടക്കം വേണം, എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരുത്തണമെന്ന് വളരെയധികം അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയൊരു ഡിസിഷൻ എടുക്കുക, തീരുമാനം എടുക്കുക, അവരുടെ മുമ്പിലുള്ള എല്ലാ വെല്ലുവിളികളെ അതിജീവിക്കുക എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ സ്റ്റക്കാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് ഒരു ഡോർ ഓപ്പണിങ് ആവുന്നില്ല. നമ്മൾക്ക് മുന്നിൽ ഒരു മാർഗം തെളിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, പാസ്റ്റിൽ നമുക്ക് പറ്റിയ ഓരോ കാര്യങ്ങളും നമ്മളെ പ്രസൻറ്റിലും ഫ്യൂച്ചറിലേക്കും എല്ലാം സ്റ്റക്കാക്കിക്കൊണ്ടിരിക്കും. അതിനെ അതിജീവിക്കുക എന്നത് നമ്മുടെ പവറാണ്, നമ്മുടെ മൈൻഡാണ് നമ്മൾ അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷൻ വേണം, മറ്റെവിടുന്നെങ്കിലും ഒരു സാന്നിധ്യം വേണം. ആ ഒരു തിരിച്ചറിവ്, അതായത് ഒരു സ്പിരിച്വൽ ജേണിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ പോണതെങ്കിലും, ഒരു സ്പിരിച്വലൊക്കെ ആയി വിശ്വാസമുണ്ട്, പ്രെയറുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നല്ല ഒരു ദൃഢത കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു പേഴ്സൺ സ്റ്റക്കാണ്. അതായത് പാസ്റ്റും പ്രസൻറ്റും വെച്ച് ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ റിയൂണിയന് വേണ്ടിയിട്ട് അധികമായി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് ഒരുമിച്ച് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, കാരണം ഒരു സപ്പോർട്ട് അവർ ആഗ്രഹിക്കുന്നു മറ്റൊരു പേഴ്സൻ്റെ. അതായത് അവർക്കൊരു വ്യക്തിയുടെ സാന്നിധ്യം, സപ്പോർട്ട്, സ്നേഹം അമിതമായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് അദ്ദേഹം. ആ ഒരു സാഹചര്യങ്ങൾ, ആ വ്യക്തിയുടെ പല സാഹചര്യങ്ങളെയും മാറ്റി വെച്ച് ആ വ്യക്തി വെയിറ്റിംഗ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഫോക്കസിങ് ചെയ്യുകയാണ് ഒരു റീബർത്തിന് വേണ്ടിയിട്ട്, പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട്. ആ ഒരു പേഴ്സൺ ഇമോഷണൽ ബാലൻസോടുകൂടി, കുറച്ച് ഈഗോയുണ്ട്, അതുപോലെ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ചലഞ്ചിങ് ഏറ്റെടുക്കാനൊക്കെ കഴിവുള്ള, നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയ, അതുപോലെ നല്ല സ്ട്രോങ് ആയ ഒരു തിരിച്ചറിവുള്ള പേഴ്സണൊക്കെ തന്നെ ആണെങ്കിലും ചില ടൈമുകൾ ആ വ്യക്തിയെ നെഗറ്റീവായ സിറ്റുവേഷൻസിലേക്ക്, ചില ഒരു ബലഹീനത എന്നൊക്കെ പറയില്ല, ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഫിസിക്കലായി, അതായത് ഒരു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ബലഹീനത കൂടുതലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ ഈ ഒരു വ്യക്തിയിൽ വരുന്നത്. അതൊക്കെ ആവാം ആ ഒരു വ്യക്തിക്ക് പരാജയം, ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുന്നതൊക്കെ. എന്താണെങ്കിലും ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ആ വ്യക്തിയുടെ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു എനർജിയാണ് കേട്ടോ, ഓപ്പോസിറ്റ് എനർജി തന്നെയാണ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ വളരെയധികം കോൺസെൻട്രേഷൻ ചെയ്ത് തുടങ്ങിയ ഒരു എനർജിയാണ് തേർഡ് സിറ്റുവേഷൻസ് എന്നത്. പക്ഷേ തേർഡ് സിറ്റുവേഷൻസ് വളരെയധികം സ്റ്റക്കാക്കി നിർത്തിയിരിക്കുകയാണ് ഈ ഒരു പേഴ്സണെ. അതായത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് തേർഡ് സിറ്റുവേഷൻസിൻ്റെ. ആ ഒരു ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം പൂർണ്ണമായും
തേർഡ് സിറ്റുവേഷൻസ് ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പല രീതിയിൽ സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ തേർഡ് സിറ്റുവേഷൻസിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു കേട്ടോ, വളരെയധികം പ്രതീക്ഷ വെച്ചിരുന്നു. അതെല്ലാം നെഗറ്റീവായി തീർന്നു. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ എന്തൊക്കെയാണോ ഈ ഒരു പേഴ്സൺ പ്രതീക്ഷയോടുകൂടി വെച്ചിരുന്നത് അതെല്ലാം അവിടെ നഷ്ടപ്പെടുകയും ഈ ഒരു വ്യക്തിക്ക് നെഗറ്റീവ്, അതായത് ഇരയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ഇവരെ വളരെയധികം മാനേജിങ് ചെയ്യുന്നു. ഇവരെയും കൊണ്ട് തേർഡ് സിറ്റുവേഷൻസ് പല കാര്യങ്ങളും നേടിയെടുക്കുന്ന എനർജിയാണ് നമുക്ക് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് എൻഡിങ് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെട്ട് പൂർണ്ണമായും ആ ഒരു സാഹചര്യം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അവസാനിക്കുന്നു. കാരണം ഒരുപാട് ഹാപ്പിനെസ്സും സന്തോഷവും പ്രതീക്ഷയും എല്ലാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചിരുന്നു. അത് കുറേയൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ അവർ കോൺസെൻട്രേഷൻ പൂർണ്ണമായും സമയവും അവരുടെ ലൈഫും എല്ലാം അർപ്പിച്ച് തന്നെ നിന്ന ഒരു എനർജിയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. പക്ഷേ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നല്ലപോലെ ഇവരെ മാനേജ് ചെയ്തു, ഇവരെ അതിൻ്റെ കൺട്രോളിലാക്കി. ഇവരെന്തൊക്കെ പ്രതീക്ഷിച്ചോ അതെല്ലാം തേർഡ് സിറ്റുവേഷൻസ് നേടിയെടുത്തു. ഇവരിൽ നിന്നും അവർ ലാഭം കൊയ്തെടുത്ത ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ തേർഡ് സിറ്റുവേഷൻ സെൻഡിങ് ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ 5 ഓഫ് കപ്സ് ആണ്. അത് പൂർണ്ണമായും ഇവരുടെ മനസ്സിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ തേർഡ് സിറ്റുവേഷൻ സെൻഡിങ് ആയിരിക്കുന്നു. അവിടെ വളരെ നിരാശയും ദുഃഖവും ഒരു ബന്ധനവുമായിട്ടാണ് നിൽക്കുന്നത്, ഒരു ബ്ലോക്ക് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്തായാലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.